കാർഗിൽ യുദ്ധവിജയ സ്മരണയിൽ രാജ്യം ധീര ജവാന്മാർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതിയും ദേശീയ യുദ്ധസ്മാരകത്തിലെത്തി പുഷ്പചക്രം സമർപ്പിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനുള്ള ശക്തമായ മറുപടിയും സന്ദേശവുമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. കാർഗിൽ യുദ്ധസ്മരണകൾക്ക് ഇന്ന് 26 ആണ്ട്. നുഴഞ്ഞുകയറിയ ശത്രുവിനെ തുരത്തി ഇന്ത്യൻ സൈന്യം നേടിയ ഐതിഹാസിക വിജയത്തിന്റെ വാർഷികമായ കാർഗിൽ വിജയ് ദിവസ് ആഘോഷിച്ച് രാജ്യം. കാർഗിൽ വിജയ് ദിവസ് ഭാരതത്തിന്റെ ധീരപുത്രന്മാരുടെ ധൈര്യത്തെയും വീര്യത്തെയും ഓർമ്മിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈന്യത്തിന്റെ അസാധാരണ ധൈര്യത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും പ്രതീകമെന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിലെത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വ്യോമ നാവികസേനാ മേധാവികളും പുഷ്പചക്രം അർപ്പിച്ചു. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ലഡാക്കിലെ ദ്രാസിൽ പുഷ്പചക്രം അർപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകിയെന്ന് കരസേനാ മേധാവി. ऑपरेशन सिंदूर के दौरान भी भारतीय सेना ने उसी अदम्य साहस और दृढ़ संकल्प के साथ पाकिस्तान से समर्थित टेररिस्ट इंफ्रास्ट्रक्चर को निशाना बनाया और पाकिस्तान की अन्य आक्रामक कार्रवाइयों को प्रभावशाली ढंग से विफल करते हुए एक निर्णायक जीत हासिल की. വീരമൃത്യു വരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ദ്രാസിൽ കാർഗിൽ വിജയ് ദിവസ് പദയാത്ര നടന്നു. കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് നയിച്ച കാൽനടയാത്രയിൽ വിമുക്ത ഭടന്മാർ, സായുധ സേനാംഗങ്ങൾ, രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ എന്നിവർ പങ്കെടുത്തു. 24 ഡൽഹി.